എന്താ പ്രശ്നം കേസി? ശ്രീ കേസി വേണുഗോപാൽ ജി, എന്ത് പ്രശ്നം? വലിയ പ്രശ്നമൊന്നുമില്ല. അടുത്തതായിട്ട് അമിത്ഷാ എന്നത് അൺപാർലമെന്ററി ആണോ എന്ന് കൂടി മൂപ്പര് ചോദിച്ചു. അമിത് ഷാ പാർലമെന്ററി ഓർ നോട്ട് പാർലമെന്ററി? വി ആർ ഗോയിങ് ഔട്ട് ഓഫ് ദ ടോപ്പിക്. ചർച്ചക്കൊക്കെ തയ്യാറാണ്. ചർച്ച करने के लिए सरकार तैयार है. നമസ്കാരം. പാർലമെന്റ് ഇങ്ങനെ 10-18 ദിവസമായിട്ട് ആഭ്യന്തരമന്ത്രിയെ തേടുന്ന കാഴ്ച രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അപ്പം മൂപ്പരിത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സഭ കഴിയാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ മൂപ്പര് സഭയുടെ പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് വാർത്താ ഏജൻസികളോട് പറയാണ്, ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്ത് ചർച്ച ചെയ്യാൻ? നീറ്റ് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഇത്രയും നാൾ നീറ്റ് മാത്രമല്ല, നീറ്റിനെതിരെ സമരം ചെയ്ത ജന്തർ മന്ദിറിൽ പോലീസ് ചെയ്ത ക്രൂരതകൾക്ക് എതിരെ സഭയിൽ ചർച്ച വേണം, ആഭ്യന്തരമന്ത്രി മറുപടി പറയണം, പ്രധാനമന്ത്രി മാപ്പ് പറയണം എന്നൊക്കെ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്ന പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തോട് പറയാണ്, സഭ തീരാൻ ഒരു ദിവസം മുമ്പ് മാത്രം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, നമ്മൾ ചർച്ചക്കൊക്കെ തയ്യാറാണ് എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയാണ്. आंदोलन के छात्र प्रदर्शन पर सभी प्रकार की चर्चा करने के लिए सरकार तैयार है और चर्चा के लिए समय सुनिश्चित किया जाए और विपक्ष तैयार हो जाए. पहले तो ये यही मांग कर रहे थे. എന്തായാലും ഒളിച്ചിരുന്നിടത്ത് നിന്ന് പുറത്തു വന്നല്ലോ, അതാണ് വലിയൊരു ആശ്വാസം. രാഹുൽ ഗാന്ധി അങ്ങ് പറഞ്ഞിട്ട് തടി കഴിച്ചലാക്കണ്ട എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി കുട്ടികളോട് കാണിച്ചതിന് രാജിവെച്ച് പോകാണല്ലോ ശരിക്കും വേണ്ടത് പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന്റെ മുന്നിൽ. Did Mr. Amit Shah give this order to shoot our children or did he not? If he did, he should resign. പുറത്ത് ചർച്ചക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അമിത്ഷാജി ഞാൻ വിചാരിച്ചത് നേരെ സഭയിലേക്ക് വരുന്ന മൂപ്പര് നേരെ വീട് ഓഫീസിലേക്കോ റൂമിലേക്കോ വേറെ എവിടെയൊക്കെയാണ് പോയത്. സഭ തുടങ്ങിയപ്പം മൂപ്പരെ എവിടെ കണ്ടില്ല, പ്രധാനമന്ത്രി പിന്നെ ഇല്ലല്ലോ. എന്തായാലും ലോക്സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം വെച്ചു, പ്രതിഷേധിച്ചു. माननीय सदस्यगण, സ്പീക്കർ ഓം ബിർല അമിത്ഷാജി പുറത്ത് പറഞ്ഞ അതിന്റെ ധൈര്യത്തിലാണ് ഏത് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പ്രതിപക്ഷം ഉടനെ അടങ്ങുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. प्रश्नकाल में चलने दें. आप तख्तियां लेकर सदन पे बैठे अपनी अपनी सीट पे विराजें. आप सदन नहीं चलाना चाहते, मेरे बार बार आग्रह करने के बाद भी आप सदन में गतिरोध कर रहे हैं. ये लोकतंत्र के लिए उचित नहीं है. പക്ഷെ സംഗതി ഒരു നടക്ക് പോവില്ല. ഓം ബിർല തൽക്കാലത്തേക്ക് സഭ നിർത്തിവെച്ചു, എന്നിട്ട് തിരിച്ചുപോയി. सदन की कार्रवाई आज 2 बजे तक के लिए स्थगित की जाती है. ഓം ബിർലക്ക് പകരം ജഗദംബിക പാൽ വന്നു. और स्पीकर साहब सबकी राय से जो भी बिजनेस एजेंडे पे आता है वो आता है. नहीं अगर आपके हैं ഒന്നും അറിയാത്ത പോലെ ചെയർ ചോദിച്ചു, എന്താ പ്രശ്നം കേസി എന്ന്. श्री केसी वेणुगोपाल जी, what do you want to say? But if I'm allowing you to केसी वेणुगोपाल जी, now if I'm allowing to केसी वेणुगोपाल जी, तो आप എന്ത് പ്രശ്നം? വലിയ പ്രശ്നമൊന്നുമില്ല. രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നേരത്തെ അംഗങ്ങളെ അറിയിച്ച് അതിൻ്റെ വിഷയത്തിൽ ഒരുങ്ങി വന്ന് ചർച്ച ചെയ്യേണ്ട നിയമനിർമ്മാണ പ്രക്രിയയിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടെന്ന് രാവിലെ വരുമ്പോൾക്ക് FCRA ബില്ലിൻ്റെ കോപ്പി ടേബിൾ മുക്ക് കിടക്കാണ്. അതേ ഉള്ളൂ പ്രശ്നം, ചെറിയൊരു പ്രശ്നം. मैं उनको अलाउ भी कर रहा हूं और आप सदन नहीं खाली कर रहे हैं. Sir, just now we got an information. The bill is circulated for moving a resolution from the government on FCRA in the name of Honorable Amit Shah ji. അമിത്ഷാ സഭയിലില്ല എന്ന് മാത്രമല്ല അദൃശ്യനായിരുന്നു ഇങ്ങനെ ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി ടേബിളിൽ എത്തിക്കുകയും പാസ്സാക്കപ്പെടുകയും ചെയ്യുന്ന അസാധാരണ സാഹചര്യം. Sir, this legislation is clearly for targeting NGOs and minority institutions, those who are doing good work. One side RSS is getting complete donation from the foreign countries. On one side RSS is getting, on the other side government is trying to target the minorities and NGOs. അതുകൊണ്ട് അമിത്ഷാ വരണം, നീറ്റ്, പോലീസ്, ജന്തർ മന്ദിർ അതൊക്കെ ചർച്ച ചെയ്യണം. അതൊന്നും കൂടാതെ FCRA ബില്ലിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം. ആദ്യം അതിൽ തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു. The government should withdraw this bill. The government should withdraw this bill. We demand for the withdrawal bill. കിരൺ റിജിജുവിന് പിന്നെയും പണിയായി. മൂപ്പർക്ക് തന്നെ ഓരോ സഭയിലും പോയിട്ട് ഇതെല്ലാം വിശദീകരിക്കാൻ പറ്റുമോ? അമിത്ഷാജിയും നരേന്ദ്രമോദിജിയും ഒന്നും സഭയിലേ വരുന്നില്ല. റിജിജു പറഞ്ഞു ഇതത്ര വലിയ പ്രശ്നമുള്ള കാര്യമില്ലെന്ന് പറഞ്ഞു. किसी वेणुगोपाल जी या किसी पार्टी के मेंबर को इस बिल में आपत्तिजनक कोई चीज है या किसी वहाँ बिंदु पे इसका विरोध है तो JPC में आप अपना मत रख सकते हैं. JPC को पर्याप्त समय मिलेगा और भी लोगों को बुला करके आप हियरिंग करेंगे. वो तो खुश होने के चक्कर में उल्टा ये तो उल्टा बोल रहे हैं. ये तो मैं सोचा कि स्वागत करेंगे. JPCക്ക് വിട്ടത് കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും കൂടി അനുമതിയോടെയാണ്. അത് സ്വാഗതം ചെയ്തതല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന ന്യായം.
എന്നാലും JPCക്ക് വിട്ടാലും ഈ സഭയിൽ ബില്ല് കൊണ്ടുവരുമ്പം അതിൻ്റെ ചർച്ചയ്ക്ക് ഒരുങ്ങിയിട്ടല്ലേ വരേണ്ടത്. അങ്ങനെ വരാനുള്ള അവസരം കൊടുക്കണ്ടേ? രാവിലെ വന്ന് ടേബിളുമ്പോൾ നോക്കുമ്പം ഇങ്ങനെ ബില്ലിൻ്റെ കോപ്പിയൊക്കെ കണ്ട് അത് പോകുന്ന പോക്ക് പാസ്സാക്കി പോവാ. ഇതെന്താ വേറൊന്നുമല്ലല്ലോ, രാജ്യസഭയല്ലേ, നിയമനിർമ്മാണ സഭയല്ലേ. അഖിലേഷ് യാദവും എതിർത്തു. जो सरकार FCRA ला रही है इसके खिलाफ में हम पूरे विपक्ष के लोग हैं। और सभापति महोदय, अगर जो माननीय मंत्री जी कह रहे हैं, नहीं माननीय मंत्री जी कह रहे हैं कि माइनॉरिटी के खिलाफ नहीं है, माननीय मंत्री जी बताएं आज तक जो बिल लाए हैं बिना माइनॉरिटी के खिलाफ कौन सा बिल लेकर के आए हो आप? രക്ഷയില്ല, റിജിജു പിന്നെയും എണീറ്റ് നിന്ന് ന്യായീകരിച്ചു. इस FCRA बिल का जो प्रावधान लाया है इसमें एक भी प्रावधान ऐसा है आप दिखाइए जो कोई भी माइनॉरिटी का खिलाफ है. ये सर सरासर झूठ बात फैलाया जा रहा है देश में. किसी माइनॉरिटी को टारगेट करने का सवाल ही नहीं है. आप चाहते कि विदेश का धन बिना कानून के ऐसे ही देश में ला करके मर्जी खर्चा करने का क्या? ജഗദംബിക ബാല് ചെയറിലായിരുന്നു. ചെയറും ആവും പോലെ റിജിജുവിനെയും BJPയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. If any confusion, so you can discuss detailed deliberations in JPC. So already government is going to do. ഒരു രക്ഷയില്ല, റിജിജു ഒന്നും കൂടി അഭ്യർത്ഥിച്ചു. वेणुगोपाल जी, अखिलेश यादव जी और कई हमारे वरिष्ठ साथी हैं, इन लोगों को थोड़ा डिसिप्लिन से अपना प्रोटेस्ट करने के लिए समझाइए. बहुत इनडिसिप्लिन ये जो काम कर रही है ठीक नहीं है. गृह मंत्री जी ने आज फिर एक पत्र लिख करके स्पीकर साहब को अनुरोध किया है कि नीट एग्जाम को लेकर के छात्रों का आंदोलन जो हुआ उसका चर्चा अभी शुरू कर दे. अभी शुरू कर सकते हैं, हम लोग तैयार हैं. അതാ പഴയ നീറ്റിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ ഇപ്പം തയ്യാറാണെന്ന്. FCRA വരുമ്പം നീറ്റിൻ്റെ കാര്യം ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. നീറ്റിൻ്റെ കാര്യം വരുമ്പം FCRA കൊണ്ടുവരും. ആകപ്പാട് ഒരു പ്രത്യേകതരം രാജ്യസഭാ പ്രവർത്തനമാണ്, ലോക്സഭാ പ്രവർത്തനമാണ്, പാർലമെൻ്ററി പ്രവർത്തനമാണ് ഇപ്പം നടക്കുന്നത്. എന്തായാലും നീറ്റിൻ്റെ കാര്യം ചർച്ച ചെയ്യുക എന്ന് രാജ്യസഭയിൽ ലോക്സഭയിൽ ഒക്കെ റെഡിയാണ് എന്ന് അമിത്ഷാജി പറഞ്ഞതിൻ്റെ ബലത്തിൽ റിജിജു ആ കാര്യം എടുത്തടിച്ചു. चर्चा अभी शुरू कर सकते हैं. आप लोग शांति से बैठेगा, आप लोग शांति से बैठेगा, हम लोग अभी इसी वक्त चर्चा के लिए तैयार है. ചെയറും പറഞ്ഞു ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നേ എന്ന് പറഞ്ഞു. कि सरकार तैयार है. नहीं, आपकी क्या राय? सरकार तैयार है. अगर चर्चा चाहते तो उनको कहिए. नहीं, गवर्नमेंट इज रेडी फॉर डिस्कशन एंड होम मिनिस्टर इज नाउ सिटिंग. ही इज रेडी टू रिप्लाई इवन ऑन एवरी पॉइंट. ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ആഭ്യന്തരമന്ത്രിയുടെ आप लोग अपना अपना कुर्सी पे जाइए, नहीं तो आप लोग पहले दिन से डिस्कशन के लिए मांग कर रहे हैं, गृह मंत्री जी का स्टेटमेंट का मांग कर रहे हैं. हम जब पूरा तैयार करके പോലീസിനെ കൊണ്ട് കുട്ടികളെ അടുപ്പിച്ചു വകുപ്പിൻ്റെ തലവനാണല്ലോ, ആ തലവൻ എവിടെ? ഇപ്പം തലവൻ്റെ കാര്യത്തിൽ അവർ പറയുന്നത്, ഭരണപക്ഷം പറയുന്നത്, നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ എന്നാണ് ഡിമാൻഡ്. आप खाली करिए. आप मैं तैयार हूँ. अखिलेश जी, KC वेणुगोपाल जी, सब लोगों को आप मतलब समझे. അങ്ങനെ ലോക്സഭയിൽ ഒരുവിധം പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ രാജ്യസഭയിൽ എന്താ സ്ഥിതി? അവിടെയും കണക്കന്നെ. അവിടെ കേരളത്തിൻ്റെ പേര് മാറ്റുന്ന നിയമനിർമ്മാണ ചർച്ചക്കിടയിലെ അമിത്ഷാജിയെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോരുത്തരും. ഡെറിക് ഒബ്രിയാൻ എന്തോ പറയുമ്പം ഭരണപക്ഷം എതിർത്ത് രംഗത്തെത്തി. അമിത്ഷാജിയുടെ പേര് പോലും പറ്റില്ല, പേര് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബഹളം വെച്ചു. So the bill is being piloted by the Home Minister. I am worried because he's been missing here for the last 14 days. No, that's out of the topic. Achha. The minister is very much here. MOS is very much here. Okay. MOS Home Minister is here. Very good. The MOS is here, so he's well, and the MOS is here, and of course the MOS can be here. I'm asking you two more words. You give me whether they are parliamentary or not parliamentary. ഒടുക്കം ഡെറിക് ഒബ്രിയാനെ സംശയമായി. ഈ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ അല്ലെങ്കിൽ HM എന്ന് പറയുന്നത് അൺപാർലമെന്ററി ആണോ എന്ന് മൂപ്പർക്ക് തന്നെ സംശയമായി. മൂപ്പർ എന്നിട്ട് ചെയറിനോട് ചോദിച്ചു, ഈ അൺപാർലമെന്ററി വാക്കുകൾ ആണോ ഇതൊക്കെ? ഞാൻ 4 വാക്ക് പറയാം, ഇതൊക്കെ അൺപാർലമെന്ററി ആണോ എന്ന് ചോദിച്ചു. Since this session, 12 bills have been passed in one of the two houses. Sir, we are passing these bills at... Please. We are Please. Honorable member, please. You see, every time you're going to stop him, he's going to sit down and the time will pass. അടുത്തതായിട്ട് അമിത്ഷാ എന്നത് അൺപാർലമെന്ററി ആണോ എന്ന് കൂടി മൂപ്പര് ചോദിച്ചു. Amit Shah, parliamentary or not parliamentary? See, we are going out of the topic. No, it's not the way. He's piloting the bill. The time it doesn't go on record. He's piloting the bill. Please. Thank you, honorable member.
On Leader record. of the House, Honorable Leader of the House. 1 second. Who pilots the bill? ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിലും മറുപടി പറയാൻ മന്ത്രിയില്ല. ഒടുക്കം നഡ്ഡ പറഞ്ഞു ഈ കാര്യത്തിലൊക്കെ വിശദീകരിക്കാൻ നമുക്ക് വേറൊരു മന്ത്രിയുണ്ട്, അമിത്ഷാജി തന്നെ വേണ്ട, വേറെ മന്ത്രി റെഡിയാണ് സാർ, നിങ്ങളിങ്ങനെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് രാജ്യസഭയിൽ തൽക്കാലം തടിയയച്ചിലാക്കി. The Minister of State Nityanand Rai is here and he's piloting the bill, and that is very much within the parliamentary democracy that is being followed. ഇതാണ് അവസ്ഥ. പാർലമെന്റ് പിരിയാൻ ഒരു ദിവസം മാത്രമുള്ളപ്പം നമ്മുടെ അമിത്ഷാജി ഇത്രയും ചർച്ചക്കൊക്കെ തയ്യാറായ വിശാല മനസ്കനെ പരിഗണിക്കാതെ പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യാം? The nation should watch when a member of the opposition gets up for a 3-minute speech, he is interrupted 6 times. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.